ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ബാർ ചലഞ്ച് നടത്തി. ബാർമിലേക്ക് അടിച്ചിട്ട് തട്ടിച്ച് കഴിഞ്ഞാൽ 5 സിപ്പപ്പ് വീതം കൊടുക്കുക എന്ന് പറഞ്ഞൊരു ചലഞ്ച് നടത്തി. ആ സമയത്താണ് നമ്മുടെ നാട്ടിലുള്ള 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും ഒരു ചലഞ്ച് വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവർക്കും ഒരു ചലഞ്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് പോസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് 3 സോഡ കുപ്പി വെച്ചു. ആ സോഡ കുപ്പി വന്ന് ഗ്രൗണ്ടിൻ്റെ മധ്യത്തിൽ നിന്ന് ഉരുട്ടി വിട്ട് ആ സോഡ കുപ്പി തട്ടിച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു സിപ്പപ്പ് വീതം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരത് ഏറ്റെടുത്തു. 3 പേര് സിനാനി, ഫഹദ്, ഷിഫാനി എന്ന് പറഞ്ഞ 3 വ്യക്തികളാണ് ആ ചലഞ്ച് ഏറ്റെടുത്തത്. അവർക്ക് സിപ്പപ്പ് സമ്മാനമായി കിട്ടുക, മിഠായി കിട്ടുക എന്നല്ല, അവർക്ക് ആ ചലഞ്ച് ഭംഗിയായിട്ട് വിജയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെ ആ ചലഞ്ച് അവർ ഭംഗിയായിട്ട് ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ പോഷൻ്റെ മധ്യത്തിലായിട്ട് 3 സോഡ കുപ്പി വെച്ചു. എന്നിട്ട് ഗ്രൗണ്ടിൻ്റെ മധ്യത്തിൽ നിന്ന് ഉരുട്ടി വിട്ട് പതുക്കെ അടിച്ച് ഉരുണ്ടു പോയി തട്ടണം. അങ്ങനെ തട്ടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു സിപ്പപ്പ് വീതം കൊടുക്കും. അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് ചലഞ്ചെടുക്കാൻ പോകുന്നത് ഷിഫാനാണ്. അപ്പോൾ ഷിഫാൻ്റെ അടി നമുക്കൊന്ന് കാണാം. അങ്ങനെ ഷിഫാന് അടിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ അടി നോക്കാം. ഞങ്ങൾക്ക് ഒന്നാമത്തെ അടി പാളി പോയിട്ടുണ്ട്. അത് നമ്മുടെ സോഡ കുപ്പിക്ക് തട്ടിച്ചിട്ടില്ല, അതിൻ്റെ തൊട്ട് അടുത്ത് കൂടെ പോയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അടിയാണ്. മൊത്തം 7 അടിയാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഈ രണ്ടാമത്തെ അടിയാണ് അടിക്കാൻ പോകുന്നത്. അത് നമുക്ക് നോക്കാം, അത് തട്ടുന്നുണ്ടോ നോക്കാം. ഇവരൊക്കെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അത് തട്ടിയിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് തട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആൾ നമ്മുടെ ഫഹദാണ് ചെയ്യുന്നത്. അത് എങ്ങോട്ട് നോക്കാം. ഒന്നാമത്തെ അടി നേരത്തെ പോലെ ഒന്നാമത്തെ അടിയിൽ തന്നെ തട്ട് നോക്കാം. ഒന്നാമത്തെ അടി തന്നെ പോസ്റ്റിനുള്ളിലേക്ക് പോലും പോയിട്ടില്ല, അതിൻ്റെ പുറത്തേക്കാണ് പോകുന്നത്. ഇനി രണ്ടാമത്തെ അടി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അല്ലേ. രണ്ടാമത്തെ അടി ചിലപ്പോൾ തട്ടിക്കാൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ അടിക്കാണ് നമ്മുടെ സിനാനി തട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ അടിക്ക് നോക്കാം. ഞാൻ ഒന്നാമത്തെ അടി തട്ടെന്ന് വിചാരിച്ചു, അത് പോസ്റ്റിൻ്റെ പുറത്ത് കൂടെ പോയി. രണ്ടാമത്തെ അടി ചിലപ്പോൾ നോക്കാം. രണ്ടാമത്തെ അടി ഉരുണ്ട് പോകുന്നുണ്ട്. അതും തട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ആൾ നമ്മുടെ ഷിഫാനാണ്. ഷിഫാൻ എങ്ങനെ നോക്കാം. 2 ആൾ വിജയിച്ചു. ആകെ 3 പേരാണ് ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത്. അത് 2 വ്യക്തികളും രണ്ടാമത്തെ അടിയിൽ തന്നെ തട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ആളെ നോക്കാം. ആദ്യത്തെ നേരത്തെ അടിച്ച പോലെ തന്നെ പോസ്റ്റിൻ്റെ പുറത്ത് കൂടെ നമ്മുടെ ഫഹദ് ആദ്യത്തെ അടി തന്നെ പോസ്റ്റിൻ്റെ പുറത്തേക്കാണ് അടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഷിഫാനും പോസ്റ്റിൻ്റെ പുറത്തേക്കാണ് അടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത അടി നോക്കാം. എങ്ങാണ്ട് നോക്കാം. രണ്ടാമത്തെ അടി ഒരു പക്ഷേ തട്ടാൻ ചാൻസ് ഉണ്ട്. നേരത്തെ 2 പേര് തട്ടി കഴിഞ്ഞാൽ അതും ഇപ്പുറത്തെ പോസ്റ്റിൻ്റെ അടുത്ത് കൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ അടി ശരിയായിട്ടില്ല. 7 അടിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 7 ടച്ചിൻ്റെ ഉള്ളിൽ ശരിയാക്കണം. അപ്പോൾ 7 അടിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ടച്ച് നോക്കാം അല്ലേ. മൂന്നാമത്തത് അതിൻ്റെ അടുത്ത് കൂടെയാണ് പോയിട്ടുള്ളത്. 3ഉം പാളി പോയിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ അടി നോക്കാം. നാലാമത്തെ അടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. 2 പേര് വിജയിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആൾ വിജയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിജയിക്കണം. കാരണം 2 പേര് വിജയിച്ച് മൂന്നാമത്തെ ആൾ അത് ഭംഗിയായിട്ട് അതിമ തട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.